ക്യാപ്സ്യൂൾ ചിക്കൻ റെഡി. ചിക്കൻ അല്ല, ചിക്കൻ ബിരിയാണി. ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണി. നമസ്കാരം. സി ടി സ്കാനിൻ്റെ കിച്ചൺ സ്കാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്യാപ്സ്യൂൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണി. ഇത് ക്യാപ്സ്യൂളുകളുടെ കാലമാണല്ലോ. നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണി സംഗതി നിസ്സാരമാണ്. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. ചിക്കൻ വറുത്തെടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. നമ്മൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം മഞ്ഞളും അതുപോലെ തന്നെ മുളകും എല്ലാം പുരട്ടി ഉപ്പും എല്ലാം പുരട്ടി കുറച്ച് നേരം വെക്കണം, മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ നെയ്യിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നെയ്യിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് ഈ ചിക്കൻ. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വേണം നമുക്ക് പിന്നെ ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണിക്ക് ചിക്കന് തയ്യാറാക്കാൻ. അപ്പോൾ ഈ ചിക്കൻ കഷ്ണങ്ങളാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് സാധാരണ വലിയ ചിക്കൻ്റെ പീസുകളാകാൻ പാടില്ല. അതിങ്ങനെ നമുക്ക് ക്യാപ്സ്യൂൾ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഏതാണ്ട് നീളത്തിലുള്ള പീസുകളാക്കിയിട്ട് തൈ കാണുന്നത് പോലെ നീളത്തിലുള്ള പീസുകളാക്കി അതൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരണം. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അത് പിന്നെ മാറ്റി വെക്കണം. അപ്പോൾ മുരിഞ്ഞ് ഉടങ്ങിയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ മുരിഞ്ഞ് ചിക്കൻ നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. മനസ്സിലായോ? ഇതാണ് ഈ ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണിയുടെ ഒന്നാമത്തെ ഘട്ടം. ഇത് സാധാരണ ചിക്കൻ ബിരിയാണി വെക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ചിക്കൻ വറുത്തെടുത്ത നെയ്യിൽ തന്നെ നമുക്ക് പിന്നെ അതിന് വേണ്ടുന്നതായിട്ടുള്ള ആദ്യം നമുക്ക് ചിക്കന് ഒരു കറി ഉണ്ടാക്കുകയാണല്ലോ, കോഴിക്കറി ഉണ്ടാക്കുകയാണല്ലോ ചിക്കൻ ബിരിയാണിയുടെ ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ മലബാർ തലശ്ശേരി ബിരിയാണിയെല്ലാം പച്ച മസാല ചതച്ചിട്ടിട്ട് ഇങ്ങനെ ദം ചെയ്തെടുക്കുന്ന മസാല ബിരിയാണിയാണ് അവരുണ്ടാക്കുന്നത്. പക്ഷെ നമ്മളുടെ രാജ്യത്ത് എല്ലാവർക്കും ഇഷ്ടം ഇതിങ്ങനെ ഈ നല്ല റിച്ച് മസാലയിൽ കോഴി ഗ്രേവി ആയിട്ടൊക്കെ ഇങ്ങനെ കറി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഈ ഇഞ്ചി, പച്ചമുളക്, വേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചിട്ടുള്ള പേസ്റ്റാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അത് ഇങ്ങനെ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഇതിനകത്ത് സവാളയുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ ഇഞ്ചിയും വെള്ളുള്ളിയും അരച്ചതുണ്ട്. ഇതെല്ലാം കൂടെ ഇങ്ങനെ ഈ ഒരു പേസ്റ്റ് ആയിട്ട് നല്ല പേസ്റ്റായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് വേണം നമുക്കിനി വറുത്ത് വെച്ച ചിക്കനെ നമുക്കിതിനകത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണിയുടെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ താളിച്ച് പാകമായിട്ട് വരുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് ബിരിയാണിയുടെ മസാല ഇട്ട് കൊടുക്കണം. ബിരിയാണി മസാല എന്താണെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. സാധാരണ ഇറച്ചി മസാല തന്നെയാണ്. ഗ്രാമ്പും പട്ടയും കറുവപ്പട്ടയും ഏലക്കായൊക്കെ ഇട്ട് പൊടിച്ച് ജീരകമൊക്കെ പൊടിച്ചിട്ട് നമ്മൾ സാധാരണ ബിരിയാണി മസാല നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മസാല ആയാലും വിരോധമില്ല. അത് നമ്മൾ വറുത്തരച്ച് പൊടിച്ചിട്ടാലും വരില്ല. ആ ബിരിയാണി മസാല നമ്മൾ അങ്ങനെ അതിൻ്റെ മുകളിൽ വെതറി കൊടുത്തിരിക്കുകയാണ്. അതിങ്ങനെ അടിപിടിക്കാതെ നോക്കണം. അതിപ്പോൾ നമ്മൾ നെയ്യിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വിരോധമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ നെയ്യിലാണ്, കാരണം നെയ്യാണ് നമുക്ക് ബിരിയാണിയിൽ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഏജൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നല്ല ഡാൽഡ ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഡാൽഡയിലാണ് ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പേസ്റ്റ് ആയിട്ടുള്ള മസാലക്കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ അതിനെ എടുത്ത് വെക്കണം. അതാണ് നമ്മളുടെ ഈ ലോക്കൽ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ്. എങ്ങനെയാണ് സത്യത്തിൽ ഇങ്ങനെയല്ല ബിരിയാണിയുടെ ടേസ്റ്റ്. ഇപ്പോൾ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറയുന്നത് ഇതുപോലെ റിച്ച് മസാല ഒന്നും ഉണ്ടാവില്ല. ഈ പച്ച മസാലയൊക്കെ അവർ കുത്തിയിട്ടിട്ട് അങ്ങനെ ബിരിയാണി അരിയിൽ ഇങ്ങനെ ഈ ഇറച്ചി വേവിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് തലശ്ശേരി ബിരിയാണിയിലൊക്കെ ഉള്ളത്. അത് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ ബിരിയാണി ഇങ്ങനെ വറുത്ത് ചിക്കൻ വറുത്ത് അത് നല്ല റിച്ച് മസാല, ഒരു സത്യം പറഞ്ഞാൽ ഒരു കറി തന്നെയാണത്. ആ കറി ആണ് പിന്നീട് ഈ ബിരിയാണി റൈസിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത്. നമ്മൾ അത്യാവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്ത്, ഉപ്പ് ഇടയ്ക്ക് നോക്കണം നമ്മൾ. ഈ ബിരിയാണിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലേശം ഉപ്പ് കൂടി നിൽക്കുന്നതാണ് ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ബിരിയാണി
ബിരിയാണിയിൽ ഉപ്പ് വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റിനെ കാര്യമായിട്ട് ബാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരല്പം ഉപ്പ് ഏറി നിൽക്കുന്നത് തന്നെയാണ് ബിരിയാണിയെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഇത് പാകമായി കഴിഞ്ഞാൽ, കറി പാകമായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് വേണം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാൻ. ഈ തൈര് ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യണം. തൈര് ഒരിക്കലും ചൂടാകരുത്. അപ്പോൾ ചൂടുള്ള ഒരു വിഭവത്തിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. തൈര് നമ്മൾ ചൂടാക്കരുത്. തൈര് ചൂടാക്കി കഴിഞ്ഞാൽ തൈരിൻ്റെ പ്രോപ്പർട്ടി അല്ല. അപ്പോൾ അത് നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ കറി. ഇപ്പോൾ കറി തയ്യാറായി. നമ്മുടെ കറി എന്ന് പറയുമ്പോൾ 1-ാം ഘട്ടമാണ്. ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണിയുടെ 1-ാം ഘട്ടം ഇവിടെ പൂർത്തിയാവുകയാണ്. മനസ്സിലായോ? അത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ബിരിയാണി മസാല നല്ല. ഇനി നമ്മുടെ 2-ാം ഘട്ടത്തിലേക്ക് പോകണം. 2-ാം ഘട്ടം എന്ന് പറയുന്നതാണ് നമ്മളുടെ ചോറ് തയ്യാറാക്കുക, ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കുക. അത് ഞാൻ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിരിയാണി റൈസ്. അതിലേക്ക് ഇതപ്പോൾ നെയ്യ് ചേർക്കുകയാണ്. ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ട്, അപ്പോൾ ഇത് ഒരു ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അല്പം വെള്ളം കാണും. ആ വെള്ളത്തിനെ നമ്മളിങ്ങനെ വറ്റിച്ച് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഫ്രൈഡ് റൈസായിട്ട് ഇങ്ങനെ എടുക്കണം അതിനെ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിനകത്ത്, അല്ലെങ്കിൽ അത് അടി പിടിക്കാനൊക്കെ ഇടയും. അപ്പോൾ അതിനകത്ത് കുറച്ച് മസാല, നമ്മൾ പൊടിച്ചു വെച്ച മസാല, നേരത്തെ ഇറച്ചി ചേർത്ത മസാല തന്നെയാണ്. ആ ബിരിയാണി മസാല ഒന്നും മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാൻ നമ്മൾ വൈകിയാൽ അത് വീണ്ടും അതിനകത്ത് അടിയിലൊക്കെ പിടിക്കുക. അപ്പോൾ വെള്ളം ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ കുക്കറിൽ തന്നെയാണ് അത് പ്രഷർ കുക്ക് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് കുക്കറിൽ തന്നെ ചെയ്യുന്നത്. കുക്കറിൽ തന്നെ നമുക്ക് ഇത് ഡം ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് വൈറ്റ് പെപ്പർ പൗഡറും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ജീരകം പൊടിച്ചതും കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് വരണം. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ ഈ റൈസ് നമുക്ക് കുഴയാൻ പാടില്ല. അല്ലാണ്ട് റൈസ് കുഴഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയുടെ ആ ഒരു ഫീല് പോകും. ബിരിയാണിയുടെ ഫീൽ എന്ന് പറഞ്ഞാൽ റൈസ് ഒന്നിനൊന്നും തൊടാതെ ഇരിക്കുക. നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ഒരു രീതിയിൽ തന്നെ വേണം റൈസിനെ നമുക്ക് എടുക്കാൻ. ഇങ്ങനെ ഇളക്കി ആ ജലാംശം മുഴുവൻ പോയി അങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ നമുക്ക് അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ബിരിയാണിയുടെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ, മസാലയുടെ മണം. ഇനി നമുക്ക് ഈ റൈസ് മാറ്റി വെക്കാം. അത് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഈ ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണിയുടെ 2-ാം ഘട്ടം പൂർത്തിയായി. 3-ാം ഘട്ടത്തിലേക്ക് 3-ാം ഘട്ടം നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഈ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിൽ നമുക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അണ്ടിപ്പരിപ്പുണ്ട്. ഞാനിതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ അണ്ടിപ്പരിപ്പുണ്ട്. പക്ഷേ ബദാം ചേർത്തിട്ടുണ്ട്. ബദാം പിന്നെ മുന്തിരി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ചേർക്കാം. അത് ഒരു വിരോധമില്ല. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ അത്ര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കുറച്ച് അണ്ടിപ്പരിപ്പും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് സാധാരണ കൺവെൻഷണൽ ബിരിയാണി എന്ന് മാറ്റണം. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ക്യാപ്സ്യൂൾ ഫാക്ടറിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് നമ്മളുടെ ഇതിൻ്റെ പ്രത്യേകത. ഈ ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചോണം. നമ്മൾ ഇല വാട്ടിയെടുത്തിരിക്കുകയാണ്. ആ ഇല വാട്ടിയെടുത്തതിലേക്ക് നമ്മൾ കുറച്ച് റൈസ് പിന്നെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് കേട്ടോ. വളരെ കുറച്ച് ഒരു ചെറിയ പോർഷനാണിത്. ഒരാൾക്കൊക്കെ മതിയാവും ഒരു പക്ഷേ. അതിലേക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നീളത്തിലുള്ള പീസാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ടത്. നമ്മൾ സാധാരണ ബിരിയാണിയിൽ വലിയ പീസൊക്കെ ഉള്ളത്, ഇത് നീളനുള്ള പീസ് ഒരെണ്ണം ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെക്കുകയും അതിൽ പിന്നെ കുറച്ച് മസാലയൊക്കെ നമ്മൾ ചേർക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ്, മനസ്സിലായിട്ടുള്ള നമ്മളുടെ അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ മുന്തിരി, പിന്നെ അങ്ങനെയുള്ള അതൊക്കെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം. കാരണം ഞാനത് ഒരു പോർഷനാണ് ഇവിടെ ചെയ്യുന്നത്.
ഇപ്പോൾ നമുക്ക് 4 പോർഷൻ ഉണ്ട് അതിനകത്ത്. നമുക്കിപ്പോൾ മറ്റത് വേണമെങ്കിൽ ബിരിയാണി പോലെയും നമുക്ക് എടുക്കാൻ ഈ ക്യാപ്സ്യൂൾ വേണമെങ്കിൽ നമുക്കൊരു ട്രയൽ നോക്കിയിട്ട് നിങ്ങളുടെ രുചിക്ക് ഇതാണ് പ്രധാനപ്പെട്ട പരിപാടി. അതിൻ്റെ കണ്ടോ, നമ്മൾ ആ കുരുമുളക് ആണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. ക്യാപ്സ്യൂൾ ചിക്കൻ്റെ ഒരു സംഗതി ഇതാണ്, കുരുമുളക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ആ കുരുമുളക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ വേണം അത് റോള് ചെയ്തെടുക്കാൻ. ഇവിടെയാണ് നമ്മളുടെ ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണി ജനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ്. ഇതാണ് ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണി. തീർന്നില്ല കേട്ടോ, തീർന്നില്ല. ആ സൈഡിൽ കാണുന്ന എന്താണെന്ന് അറിയാമോ? കുരുമുളകിൻ്റെ വള്ളിയാണ്. അതുകൊണ്ട് വേണം ഈ ക്യാപ്സ്യൂൾ ബിരിയാണി നമ്മൾ കെട്ടിപ്പൊതിയാൻ. ഇതിൻ്റെ ഈ ഇലയുടെ 2 അറ്റവും നമ്മൾ മടക്കിയെടുക്കണം. നന്നായിട്ട് വാട്ടിയില്ലെങ്കിൽ ഇല മുറിയും കേട്ടോ. ഇല നന്നായിട്ട് വാട്ടി എടുക്കണം നമ്മൾ. വാട്ടി 2 സൈഡ് ഇങ്ങനെ മടക്കി കുരുമുളക് വള്ളി കൊണ്ടാണ് കെട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കുരുമുളകിൻ്റെ വള്ളി അതുകൊണ്ടാണ് കെട്ടുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ക്യാപ്സ്യൂൾ ചിക്കൻ്റെ, ഇതാണ് നമ്മുടെ അവസാനത്തെ മിനുക്ക് പണി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ബാക്കിയുണ്ട്, നെയ്യ് ബാക്കിയുണ്ട്. ആ നെയ്യിൽ നമ്മളിത് പൊരിച്ചെടുക്കുകയാണ്. ഈ ഇല കുരുമുളക് വള്ളി കൊണ്ട് കെട്ടിയ നമ്മുടെ ക്യാപ്സ്യൂളിന് നമ്മൾ ആ പാനിൽ വെച്ച് നെയ്യിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ് നമ്മൾ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കും, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണമാണ്. ആ കുരുമുളകിൻ്റെ തണ്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് സ്റ്റീമായിട്ട്, ആ ഇലയൊക്കെ സ്റ്റീമായിട്ട് ഒരു മണം വരുന്നുണ്ട്. റെഡി ആയല്ലോ. ഇതാണ് നമ്മുടെ ഈ ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത്. കണ്ടു, എന്തൊരു മണമാണെന്നറിയാമോ? ആ കുരുമുളകിൻ്റെയൊക്കെ ആ തണ്ടിൻ്റെ മണം വരുന്നുണ്ട്, സ്പൈസസിൻ്റെ മണം വരുന്നുണ്ട്. ക്യാപ്സ്യൂൾ ചിക്കൻ റെഡി. ചിക്കനല്ല, ചിക്കൻ ബിരിയാണി. ക്യാപ്സ്യൂൾ ചിക്കൻ ബിരിയാണി. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ചട്ടിയിൽ കിടന്നിങ്ങനെ വേവുന്ന സമയത്ത് ആ കുരുമുളകിൻ്റെ ആ തണ്ടുകൊണ്ടാണ് നമ്മൾ കെട്ടിട്ടുള്ളത്. അതിങ്ങനെ അഴിച്ച് എടുക്കുന്നു. അപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഈ സ്പൈസി ആയിട്ടുള്ളൊരു സുഗന്ധം ഉണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഈ ബിരിയാണിയൊക്കെ കണ്ടുപിടിച്ചത് അറേബ്യൻ രാജ്യത്താണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. എന്നിരുന്നാലും ഈ ബിരിയാണി, ക്യാപ്സ്യൂൾ ബിരിയാണി, അത് CT സ്കാൻ കിച്ചണിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. നോക്കാം, നമുക്കിതിൻ്റെ രുചി ഒന്ന് നോക്കാം. ആ മസാല, പിന്നെ നമ്മൾ അവസാനം ആ ഒരു കുരുമുളക് ഇങ്ങനെ വിതറിയില്ല, അതിൻ്റെ ഒരു ഭയങ്കര ടേസ്റ്റ്. നോക്കാം. ഗംഭീരം, മാർവലസ്. ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ചിക്കൻ. സൂപ്പർ. ആ കുരുമുളകിൻ്റെ ഒരു ഈ നമ്മൾ ഇലയിൽ വെച്ച് വാട്ടിയെടുക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഗംഭീരമാണ്. ഈ മസാല, അണ്ടിപ്പരിപ്പ്, സാധാരണ ബിരിയാണി വെക്കുന്ന പോലെ തന്നെയുള്ള ഒരു കൂട്ടും കാര്യങ്ങളൊക്കെയാണ് തന്നെ. പ്രത്യേകിച്ച് അങ്ങനെ കൂട്ട് പറയാനില്ല. ഞാൻ അതിനകത്ത് ചെയ്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിന് ഇലയിലൊരു ക്യാപ്സ്യൂൾ പോലെ റോൾ ചെയ്തെടുക്കുകയും, ആ റോൾ ചെയ്യുന്നതിന് മുമ്പ് കുരുമുളക് കടിച്ചു കേട്ടാ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ആ കുരുമുളക് ഞാൻ പറയാൻ മറന്നുപോയത്, കുരുമുളക് നമ്മൾ നെയ്യിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ
നമ്മൾ ഈ ഇലയിൽ റോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ നെയ്യിൽ വറുത്തെടുത്ത കുരുമുളകിനെ സ്പ്രെഡ് ചെയ്തിരുന്നു. അതാണിപ്പോൾ കടിച്ചത്. നല്ല ടേസ്റ്റാണ്. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ആ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഒട്ടുമിക്കവാറും എല്ലാ ഹോട്ടലുകളും ഞാനൊരു വർഷം കാര്യമുണ്ടാവും. എല്ലാ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും. ഇങ്ങനൊരു ബിരിയാണി കമ്മന്തൂരി അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുന്നില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് ബദാം ഇട്ടിരുന്നു. ആൽമണ്ട് നല്ല ടേസ്റ്റ്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ആ കുരുമുളക് അടിക്കുന്നുണ്ടോ? ഇതുണ്ടാക്കാൻ പറ്റിയ പാടൊന്നുമില്ല. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നു. ആ ബിരിയാണി നമ്മൾ ക്യാപ്സ്യൂൾ ചെയ്തു. അതിനകത്ത് ആ കുരുമുളക് കടിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം. ആ ബദാം സാധാരണ ആൾക്കാർ ബിരിയാണിയിൽ അറിയാൻ തോന്നും. പിന്നെ ആ കുരുമുളക് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അവിടെ. പെപ്പർ ബിരിയാണി ഒക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തിരുന്നാലും ക്യാപ്സ്യൂൾ ബിരിയാണിയാണ് ദാറ്റ് ഈസ് ദ കറക്റ്റ്. വാ,